ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിലെ ആരെയും ഞെട്ടിക്കുന്ന വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശത്രുക്കൾ ഒന്നടങ്കം പത്തിമടക്കുന്ന അനന്തപുരിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു വെടിക്കെട്ട് എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വിവാഹ നിശ്ചയം മുടങ്ങിയിട്ടും നവ്യ അടങ്ങുന്നില്ല. അവന്തികയുടെയും അഭിയുടെയും കള്ളത്തരങ്ങൾ ഇനി ഓരോന്നായി പൊളിച്ചെടുക്കാൻ പോവുകയാണ് നവ്യ. നവ്യയും നയനയും ഒന്നിച്ച് ആ കള്ളക്കളികളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്നതോടെ അവരുടെ ചതിയും വഞ്ചനയും എല്ലാവരുടെയും മുന്നിൽ പൂർണ്ണമായി തുറന്നു കാട്ടപ്പെടുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന ആ ഒരു മാസ് എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഒട്ടും മനസ്സില്ലാതെയാണ് അനി വിവാഹ നിശ്ചയത്തിന് സമ്മതിക്കുന്നത്. എന്നാൽ ഈ വിവാഹം തകർക്കാൻ ഉറപ്പിച്ച നവ്യ തിരശീലയ്ക്ക് പിന്നിൽ കളം മാറ്റി ചവിട്ടുന്നു. ഡിവോഴ്സ് കേസ് കോടതിയിൽ പുകയുമ്പോൾ അനി മറ്റൊരു താലി കെട്ടാൻ ഒരുങ്ങുന്നത് നിയമവിരുദ്ധമാണെന്ന് തിരിച്ചറിയുന്ന അനാമികയും കുടുംബവും അനന്തപുരിയെ നടുക്കാൻ ഉറപ്പിച്ചു തന്നെ ഇറങ്ങുന്നു. ഒടുവിൽ അനി അവന്തികയുടെ വിരലിൽ മോതിരമണിയിക്കാൻ തുടങ്ങുന്ന ആ ഒരു ക്ലൈമാക്സ് നിമിഷത്തിൽ നിർത്തു എന്ന ഗർജനത്തോടെ അനാമികയും സംഘവും പാഞ്ഞെത്തുകയും പിന്നാലെ മാസ് എൻട്രിയോടെ നന്ദുവും പോലീസും എത്തി ആ മംഗളകർമ്മം അപ്പാടെ തകിടം മറിക്കുകയും ചെയ്യുന്നു. തനിക്കൊട്ടും താല്പര്യമില്ലാതിരുന്ന വിവാഹം നന്ദു വന്ന് തകർത്തതിൽ അനി ഉള്ളുകൊണ്ട് തുള്ളിച്ചാടുമ്പോൾ അനന്തപുരി കുടുംബം ഒന്നടങ്കം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇത്രയൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായിട്ടും മുത്തശ്ശൻ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അനിയുടെയും അവന്തികയുടെയും വിവാഹം വേണ്ടെന്ന് വെക്കാൻ അദ്ദേഹം ഒട്ടും തയ്യാറില്ല. പകരം എത്രയും പെട്ടെന്ന് നിയമപരമായി ഡിവോഴ്സ് വാങ്ങിച്ച് അനിയുടെയും അവന്തികയുടെയും കല്യാണം നടത്തുമെന്നുള്ള വാശിയിൽ തന്നെയാണ് മുത്തശ്ശൻ. പക്ഷേ കളി അവിടെയും തീരുന്നില്ല. നവ്യ തന്റെ നീക്കങ്ങൾ അവിടം കൊണ്ട് നിർത്തുന്നില്ല. അവന്തികയുടെയും അഭിയുടെയും യഥാർത്ഥ കള്ളത്തരങ്ങളും ചതിയും എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാട്ടാൻ നവ്യ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതിനായി നവ്യയും നയനയും കൈകോർത്ത് നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അവന്തികയുടെ കപടമുഖം ഉടൻ തന്നെ അനന്തപുരിയിൽ വിചാരണ ചെയ്യപ്പെടാൻ പോവുകയാണ്. വരാൻ പോകുന്ന ആ ഗംഭീര കഥയിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നവീനും അവന്തികയും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുകയാണ്. അനിയുടെയും അവന്തികയുടെയും വിവാഹം വീട്ടുകാർ ഉറപ്പിച്ച കാര്യം നവീൻ ചോദിക്കുമ്പോൾ നവീന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് താൻ ഈ ബന്ധത്തിന് സമ്മതിച്ചതെന്ന് അവന്തിക വ്യക്തമാക്കുന്നു. എന്നാൽ അനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് നവീൻ സൂചിപ്പിച്ചപ്പോൾ അവന്തിക ആ രഹസ്യം തുറന്നു പറയുകയാണ്. അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണെന്നുള്ള സത്യം. ആ സമയത്ത് താനും നന്ദുവിനെ സ്നേഹിക്കുന്നതായിട്ട് നവീൻ സമ്മതിക്കുന്നു. മാത്രമല്ല, കുറച്ചു മുമ്പ് അനിയും നന്ദുവും ബീച്ചിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് താൻ നേരിട്ട് കണ്ട കാര്യവും നവീൻ അവന്തികയെ അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട ദേഷ്യം വന്ന അവന്തികയാകട്ടെ നന്ദുവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി അനിയെ സ്വന്തമാക്കുമെന്ന് തന്നെ ഉറപ്പിക്കുകയാണ്. അവിടെ നിന്ന് നേരെ ആരും കാണാതെ തന്റെ അച്ഛൻ നാഗേന്ദ്രന്റെ അടുത്തെത്തിയ അവന്തിക അനിയേട്ടൻ ഇപ്പോഴും ആ നന്ദുവിന്റെ കൂടെയാണെന്നും അതുകൊണ്ട് ഈ കല്യാണം നടക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും സങ്കടത്തോടെയും ദേഷ്യത്തോടെയും നാഗേന്ദ്രനോട് തുറന്നു പറയുകയാണ്. എന്നാൽ അത് കേട്ട് നാഗേന്ദ്രൻ ഞെട്ടിപ്പോയി. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത്? എല്ലാവരും കൂടെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കല്യാണമല്ലേ അത്? സങ്കടവും ദേഷ്യവും നിയന്ത്രിക്കാനാവാതെ അവന്തിക ആ സമയം നാഗേന്ദ്രൻ മുന്നിൽ പൊട്ടിത്തെറിച്ചു. മുത്തശ്ശൻ ഈ കല്യാണത്തിന് മുന്നിൽ നിൽക്കുന്നുള്ളത് സത്യം തന്നെയാണ് അച്ഛാ. പക്ഷേ അനിയേട്ടനുണ്ടല്ലോ ഇപ്പോഴും ആ നന്ദുവിന്റെ കൂടെ ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങുകയാണ്. അങ്ങനെ ഒരാൾ എന്റെ കൂടെ ഒരു ജീവിതത്തിന് തയ്യാറാകുമോ? എല്ലാവരും നിർബന്ധിച്ച് ഈ കല്യാണം നടത്തിയാലും അയാൾ എന്നെ ഉപേക്ഷിച്ച് വീണ്ടും ആ നന്ദുവിന്റെ അടുത്തേക്ക് തന്നെ പോവില്ലേ? അവന്തികയുടെ വിഷമം കണ്ട് നാഗേന്ദ്രനും വല്ലാത്ത വിഷമം തോന്നുകയാണ്. എന്നിട്ട് അയാൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു കടുത്ത തീരുമാനമെടുത്തു. നീ ഒട്ടും പേടിക്കണ്ട, ആ നന്ദുവാണ് നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമെങ്കിൽ അവളെ ഈ അച്ഛൻ അങ്ങ് ഇല്ലാതാക്കിക്കൊള്ളാം. വരാൻ പോകുന്ന നിശ്ചയവും കല്യാണവും ഒക്കെ കൃത്യമായിട്ട് തന്നെ നടക്കുകയും ചെയ്യും. അതോടൊപ്പം നാഗേന്ദ്രൻ അവന്തികയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. പക്ഷെ മോളെ, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നത്? ആ ആദർശാണെങ്കിൽ എപ്പോഴും കണ്ണും നട്ട് നടക്കുകയാണ്. ആരെങ്കിലും കണ്ടാൽ വലിയ അപകടമാകും. നമ്മൾ തമ്മിലുള്ള ബന്ധം പുറത്തറിഞ്ഞാൽ അനന്തമൂർത്തി നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. നിന്റെ കല്യാണവും പിന്നെ മുടങ്ങും. അതുകൊണ്ട് പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പോയിക്കോ. നാഗേന്ദ്രന്റെ വാക്ക് കേട്ട് അവന്തിക അങ്ങനെ അവിടെ നിന്ന് തിരികെ പോന്നു. അതേസമയം അനന്തപുരിയിൽ ഒരുക്കങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുകയാണ്. മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയാണ്. ഈ കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ, ചടങ്ങുകളെല്ലാം ഭംഗിയായി നടത്തണം. കല്യാണം അല്പം കഴിഞ്ഞു മതിയെന്നാണ് അവന്തികമോളുടെ അഭിപ്രായം. അവൾക്ക് വിദേശത്ത് എവിടെയോ പോകാനുണ്ട്. അതിലുപരി അനാമികയുമായിട്ടുള്ള വിവാഹമോചന നടപടികൾ പൂർത്തിയാകുകയും വേണമല്ലോ. മൂർത്തി മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞപ്പോ മുത്തശ്ശി മറുപടിയായി നൽകിയത് ഇങ്ങനെയാണ്: ശരിയാ, ആ അനാമിക ഒരു ശല്യം തന്നെയാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണല്ലോ അവളും അവളുടെ അച്ഛനും ഒക്കെ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തിട്ടാണെങ്കിലും അവളെ അങ്ങ് ഒഴിവാക്കിയേ പറ്റൂ. നമ്മുടെ അനിയുടെ ജീവിതം സുരക്ഷിതമാകണം. അതിനൊക്കെ ഞാൻ തീരുമാനമാക്കിയിട്ടുണ്ട് വസുന്ധരെ. പിന്നെ നിശ്ചയത്തിന് മുമ്പ് നമുക്ക് കുടുംബ പുരോഹിതനെ വരുത്തി കാര്യങ്ങളെല്ലാം നോക്കണം. കുട്ടികൾക്ക് ദോഷം വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കണം. കൂടാതെ നയനമോൾ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയമല്ലേ, എന്തെങ്കിലും പൂജകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നടത്താം. മുത്തശ്ശിയും അതിനോട് പൂർണ്ണമായി യോജിച്ചു. അങ്ങനെ അനന്തപുരിയിലേക്ക് ജ്യോത്സ്യൻ എത്തുകയാണ്. വീട്ടുകാരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് കവടി നിർത്തി പ്രശ്നം വെച്ച് നോക്കിയ പുരോഹിതൻ ആ ഒരു കാര്യം പ്രവചിക്കുകയാണ്. കുടുംബത്തിൽ ഇപ്പോൾ ഐശ്വര്യമാണ് കാണുന്നത്. മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാവർക്കും സന്തോഷത്തിന്റെ നാളുകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു. അത് ശരിയാണ് സ്വാമി, കുറച്ചു കാലമായി വലിയ പ്രശ്നങ്ങളായിരുന്നു. ഏതോ ഒരു ശത്രു അറിഞ്ഞിരുന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഭയം എപ്പോഴും ഉണ്ടായിരുന്നു. മുത്തശ്ശൻ അങ്ങനെ
നാഗേന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോ പുരോഹിതൻ വീണ്ടും കവടി നിരത്തിക്കൊണ്ട് പറയുകയാണ്, ആ ദോഷങ്ങളെല്ലാം അകന്നു. ഇനി വരാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് പറയാം. ആ കുഞ്ഞ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യമായിരിക്കും. ആദർശിനെയും നയനയും പോലെ ഈ തറവാടിന്റെ വിളക്കായിരിക്കും ആ കുട്ടി. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ ജലജയും. ജലജയ്ക്ക് അത് കേൾക്കുന്നതും ഉള്ളിൽ വലിയ അസൂയയും ദേഷ്യവും ഒക്കെ തോന്നി. അവള് മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ വിളക്കത്രേ വിളക്ക്, ഇവിടെയുള്ള ഒരു കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ ആർക്കും സമയമില്ല. അപ്പോഴാണ് ഇനി ആദർശിന്റെ കുഞ്ഞ് വന്ന് ഈ വീട് പ്രകാശിപ്പിക്കാൻ പോകുന്നത്. കൊള്ളാം. ശേഷം മുത്തച്ഛൻ മറ്റൊരു പ്രധാന കാര്യം കൂടെ പുരോഹിതനോട് ചോദിക്കുകയാണ്, സ്വാമി, അനിയുടെയും അവന്തികയുടെയും വിവാഹകാര്യത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? നാളുകൾ തമ്മിൽ പൊരുത്തമുണ്ടല്ലോ അല്ലേ? ആ പൊരുത്തമൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ് സ്വാമി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുത്തശ്ശൻ അങ്ങനെ പരിഭ്രാന്തിയോടെ ചോദിച്ചപ്പോൾ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. ദേവനും അസുരനും തമ്മിലുള്ള ചേർച്ച കുറവായതുകൊണ്ട് കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിലുപരി ഈ വിവാഹം നടക്കുമോ എന്ന് ഇപ്പോൾ പൂർണ്ണമായി പറയാനും പറ്റില്ല. എവിടെയോ ഒരു തടസ്സം നിൽക്കുന്നുണ്ട്. എങ്കിലും നമുക്കൊരു പരിഹാര പൂജ നടത്തി നോക്കാം. ഇവിടെ വന്ന് കള്ളം പറഞ്ഞ് പണം വാങ്ങുന്ന ശീലം എനിക്കില്ലെന്ന് മൂർത്തി സാറിന് അറിയാമല്ലോ. പുരോഹിതൻ അത് വ്യക്തമാക്കിയതും മൂർത്തി മുത്തശ്ശനാകട്ടെ അടുത്ത ദിവസം തന്നെ പൂജ നടത്താൻ തീരുമാനിച്ചു. പിറ്റേന്ന് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. എല്ലാവരും പൂജാമുറിയിൽ ഒത്തുകൂടി. ആ സമയം അനി ഇങ്ങനെ അസ്വസ്ഥനായി അവിടെ നിന്ന് ഇറങ്ങി മാറി നിന്ന് നന്ദുവിനെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. പൂജയ്ക്ക് നന്ദുവിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. നന്ദു, നീയും കൂടെ ഇവിടെ വരേണ്ടതായിരുന്നു. നിന്റെ അച്ഛനും അമ്മയും എല്ലാം ഇവിടെയുണ്ട്. അനി അങ്ങനെ സങ്കടത്തോടെ പറയുന്നത് കേട്ടിട്ട് നന്ദു പറയുകയാണ് തിരിച്ച്, നീ എന്തൊക്കെയാണ് അനി പറയുന്നത്? നിന്റെ കൺവെട്ടത്ത് പോലും ഞാൻ വരരുതെന്നാണ് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത്. നീ അവിടുത്തെ കാര്യങ്ങൾ നോക്ക്. അതല്ല നന്ദു, ഇവിടെ ഒരുത്തി എന്നെ കല്യാണം കഴിക്കാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ. അവൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരുക. നീ ഒന്ന് അടങ്ങ നീ. മുത്തശ്ശൻ തീരുമാനിച്ചതല്ലേ. പിന്നെ അവന്തിക അത്ര മോശം കുട്ടിയൊന്നുമല്ല. അവളുടെ അച്ഛനെയും അമ്മയും പോലെ ഒന്നുമല്ല അവൾ. അവൾക്ക് നല്ല മാറ്റമുണ്ട്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നന്ദു അനിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഞാൻ അവളെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണമെന്നാണോ നീ പറയുന്നതെന്ന് അനി ദേഷ്യപ്പെട്ടു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എന്തായാലും നീ ഇപ്പൊ സമാധാനത്തോടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്തു. എന്നാൽ അനി സംസാരിക്കുന്നത് അവന്തിക ഒളിച്ചു കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ അനിയുടെ മുന്നിലേക്ക് വന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, അനി, നീ ഇപ്പൊ ആരെയാണ് വിളിച്ചത്? നന്ദുവിനെയാണോ? അനി അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, ആണെങ്കിൽ നിനക്കെന്ത്? നീ നിന്റെ പണി നോക്കിപ്പോ. എപ്പോഴും എന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല കേട്ടല്ലോ. അനിയുടെ ഈ പെരുമാറ്റം അവന്തിക്ക് വലിയ വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാക്കി. നന്ദുവിനെ ഇല്ലാതാക്കിയാലേ തനിക്കിനി സമാധാനം കിട്ടൂ എന്ന് ഉറപ്പിച്ച അവൾ രണ്ടും കൽപ്പിച്ച് നേരെ റൂമിലേക്ക് പോയി നാഗേന്ദ്രനെ വിളിച്ചു. അച്ഛാ, അനിയേട്ടൻ എന്നോട് എപ്പോഴും ദേഷ്യമാണ്. ഇപ്പോഴും ആ നന്ദുവിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അവൻ. അച്ഛൻ പറഞ്ഞ കാര്യത്തിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. അവന്തികയുടെ ആവശ്യം കേൾക്കുന്ന നാഗേന്ദ്രനാകട്ടെ, എന്റെ മോള് വിഷമിക്കണ്ട, ആ നന്ദു നിങ്ങൾക്കൊരു തടസ്സമായി വരില്ലെന്ന് ഈ അച്ഛൻ ഉറപ്പ് പറഞ്ഞതല്ലേ. ഞാനത് നടത്തി തരാന്ന് തന്നെ നാഗേന്ദ്രൻ ഉറപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ഈ പദ്ധതികൾ കൃത്യമായി പ്ലാൻ ചെയ്യാൻ വേണ്ടി നാഗേന്ദ്രനും അവന്തികയും ആരും കാണാതെ പുറത്തൊരു കോഫി ഷോപ്പിൽ വെച്ച് നേരിട്ട് കാണുന്നത്. അവിടെ ഇരുന്ന് നന്ദുവിനെ എങ്ങനെ വഴിയിൽ നിന്ന് മാറ്റണമെന്നും അനിയെ വിവാഹം കഴിച്ച് അനന്തപുരിയുടെ ഭരണം എങ്ങനെ കൈക്കലാക്കണമെന്നും അവര് ഗൂഢാലോചന നടത്തി. എന്നാൽ ഇവർ അതീവ രഹസ്യമായി സംസാരിക്കുന്ന ഈ രംഗങ്ങളുണ്ടല്ലോ, നവ്യയുടെ ഒരു സുഹൃത്ത് ഫോണിൽ പകർത്തി നവ്യയ്ക്ക് അയച്ചു കൊടുക്കുന്നതോടെയാണ് കഥയാകെ മാറി മറിയുന്നത്. ഫോട്ടോകൾ കാണുന്ന അതേ സമയം തന്നെ അഭി പറഞ്ഞ ആ സത്യവും നവ്യ ഓർത്തു പോകുന്നുണ്ട്. അവന്തിക ഇപ്പോൾ കാണിക്കുന്നതൊക്കെ വെറും അഭിനയമാണെന്നും അവൾ നമ്മുടെ സൈഡാണ്, ഈ വീട്ടുകാരുടെ വിശ്വാസം പിടിച്ചു പറ്റാനാണ് അവൾ അങ്ങനെയെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് അവൾ അനിയെ കല്യാണം കഴിക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണെന്ന് അഭി പറഞ്ഞിരുന്നതെല്ലാം നവ്യ ഓർത്തു പോവുകയാണ്. എന്തായാലും ഈ ഫോട്ടോസ് കൂടെ കണ്ടതോടെ നവ്യയ്ക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടു. അവന്തിക ഇവിടെ നല്ല വെള്ള ചമഞ്ഞ് എല്ലാവരെയും ചതിക്കുകയാണെന്നും നാഗേന്ദ്രനുമായി ചേർന്ന് തറവാട് പിടിച്ചെടുക്കാനാണ് ഇവരുടെ നീക്കമെന്നും നവ്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ പിന്നെ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കാൻ ഉറപ്പിച്ച നവ്യ ഉടനെ തന്നെ ആ തെളിവുകളുമായിട്ട് നയനയുടെ അടുത്തെത്തി. അവിടെ വെച്ച് നവ്യ നയനയോട് ഒരു ഞെട്ടിക്കുന്ന സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞു. നയനെ, ഞാൻ ഇത്രയും നാൾ അഭിയുടെ കൂടെ നിന്നത് അവനെ സ്നേഹിച്ചതുകൊണ്ടല്ല, മറിച്ച് അവൻ ചെയ്ത തെറ്റുകൾക്ക് നല്ലൊരു ശിക്ഷ വാങ്ങി കൊടുക്കാൻ വേണ്ടിയുള്ള എന്റെ വെറും അഭിനയമായിരുന്നു. ഞാൻ എപ്പോഴും നിന്റെയും ആദർശേട്ടന്റെയും കൂടെ തന്നെയാണ്. ചന്തുമോൾ അഭിയുടേതാണെന്ന സത്യം ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷം ഇവിടെ പല ആപത്തുകളും വന്നപ്പോൾ നിങ്ങൾക്ക് ഫോണിലൂടെ രഹസ്യമായി മെസ്സേജുകൾ അയച്ച് മുന്നറിയിപ്പ് തന്നിരുന്നത് മറ്റാരുമല്ല, അത് ഞാൻ തന്നെയായിരുന്നു. ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം അവന്തികയും നാഗേന്ദ്രനും തമ്മിലുള്ള ആ രഹസ്യ ഫോട്ടോകൾ നവ്യ നയനയ്ക്ക് കൈമാറി. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയ നയന അവന്തികയും അഭിയും ചേർന്ന് തറവാടിനെ ചതിക്കുകയാണെന്ന് ശക്തമായ ആ തെളിവുകളുമായി മുത്തശ്ശന്റെ മുന്നിലേക്ക് ചെന്നു. മുത്തശ്ശൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവന്തികയെ ചോദ്യം ചെയ്തപ്പോൾ അവൾക്ക് മറുപടിയില്ലായിരുന്നു. തറവാട് മുടിപ്പിക്കാൻ നോക്കിയ അവന്തികയോടും അഭിയോടും ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകാൻ മുത്തശ്ശൻ ആജ്ഞാപിക്കുകയാണ് കേട്ടോ. ഇനി മേലാൽ അനന്തപുരിയുടെ പടി ചവിട്ടരുതെന്ന് താക്കീത് നൽകി അവരെ അവിടെ നിന്ന് അടിച്ചിറക്കുകയാണ്. അങ്ങനെ നാണം കെട്ട് തറവാട്ടിൽ നിന്ന് പുറത്തായ അഭിയും അവന്തികയും നേരെ ഓടിയത്
തങ്ങളുടെ രക്ഷകനായ നാഗേന്ദ്രന്റെ അടുത്തേക്കാണ്. എന്നാൽ അവിടെയാണ് അവർക്കായി വിധി കാത്തുവച്ച് ഏറ്റവും വലിയ കെണി ഒളിഞ്ഞിരുന്നത്. നാഗേന്ദ്രനെ കണ്ട് തങ്ങൾക്ക് പറ്റിയ അമളി വിവരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ ജലജ കടന്നു വരികയാണ്. തന്റെ മക്കൾ നാഗേന്ദ്രന്റെ കൂടെ കൂടി തന്നെയും ചതിച്ചു എന്നറിഞ്ഞ ജലജയുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവന്തികയുടെ കരണം നോക്കി ഒരെണ്ണം കൊടുത്തു. എന്നിട്ട് നാഗേന്ദ്രന്റെ മുഖത്ത് നോക്കി ആ ഞെട്ടിക്കുന്ന സത്യം വിളിച്ചു പറയുകയാണ്. പണക്കാരനായ ഈ നാഗേന്ദ്രന്റെ ചോരയാണെന്ന അഹങ്കാരത്തിലല്ലേ നിങ്ങൾ ഇത്രയും നാള് തുള്ളിയത്? എന്നാൽ നീയൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോ, നിനക്ക് ജന്മം തന്നത് ഇയാളല്ല, നിങ്ങളുടെ സ്വന്തം അച്ഛൻ നാഗേന്ദ്രനല്ല. അങ്ങനെ പറഞ്ഞ് ജലജ അവളുടെ ഫോണിലുണ്ടായിരുന്ന അവരുടെ യഥാർത്ഥ അച്ഛന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടതോടെ അവന്തികയും അഭിയും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി. തന്റെ സ്വന്തം ചോരയെന്ന് കരുതിയാണ് അവന്തികയ്ക്ക് വേണ്ടി നാഗേന്ദ്രൻ ഇത്രയും നാൾ കൂടെ നിന്നതും അനന്തപുരിയെ തകർക്കാൻ നോക്കിയതും. എന്നാൽ അവന്തിക തന്റെ മകളല്ലെന്നും ജലജ ഇത്രയും കാലം തന്നെ പറ്റിക്കുകയായിരുന്നു എന്നും തിരിച്ചറിഞ്ഞതോടെ നാഗേന്ദ്രൻ നിയന്ത്രണം വിട്ട് ഭ്രാന്തനെ പോലെയായി. അങ്ങനെ വലിയ കോടീശ്വരനായ നാഗേന്ദ്രൻ കൈവിട്ടതോടെ അവന്തിയേക്കും അവിക്കും സ്വത്തും പണവും ഒന്നും കിട്ടാതായി. അപ്പുറത്ത് അനന്തപുരി തറവാട്ടിൽ നിന്ന് മുത്തശ്ശൻ അവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കുഴിച്ച ചതിക്കുഴിയിൽ ജലജയും അഭിയും അവന്തികയും ഒന്നിച്ചു വീഴുകയാണ് ചെയ്തത്. നിൽക്കാനൊരിടമില്ലാതെ, സ്വന്തമായി ഒന്നുമില്ലാതെ മൂവരും തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലായി. എന്തായാലും ഇത്രയും നാൾ തന്റെ തലയിൽ വലിയൊരു ബാധ്യതയായിരുന്ന അവന്തികയിൽ നിന്നും അവളുടെ ചതികളിൽ നിന്നും നമ്മുടെ അനി പൂർണ്ണമായും രക്ഷപ്പെട്ടു. ഇനി അനിക്കും നന്ദുവിനും സമാധാനത്തോടെ ജീവിക്കാം എന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. ഒട്ടും വൈകാതെ തന്നെ അനിയുടെയും നന്ദുവിന്റെയും വിവാഹം നടത്താൻ മുത്തശ്ശൻ നേരിട്ട് തീരുമാനിക്കുകയാണ്. ഇതോടെ അനിയുടെയും നന്ദുവിന്റെയും പ്രണയം സഫലമാകുകയും എല്ലാ പ്രതിസന്ധികളും മാറി അവർ സമാധാനത്തോടെ ഒന്നാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അടിപൊളി ട്വിസ്റ്റുകളും സംഭവങ്ങളുമാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്